പത്തനംതിട്ട നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം ഉയർത്തിക്കൊണ്ട് UDF നടത്തിയ സമരമാണ് നാം കണ്ടത്. LDF നേതൃത്വത്തിലും ജനകീയ ധർണ നടക്കുന്നുണ്ട്. പത്തനംതിട്ട നഗരസഭയിലെ 4 വാർഡുകളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശരിക്കും പത്തനംതിട്ടയിൽ എന്താണ് നടക്കുന്നത്? ഈ വിഷയത്തിൽ പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ ടി സക്കീർ ഹുസൈൻ പറയുന്നത് കേൾക്കാം. നഗരസഭയുടെ ഇപ്പോഴത്തെ കുടിവെള്ള പ്രതിസന്ധിയുടെ പ്രധാന ഉത്തരവാദി നാഷണൽ ഹൈവേ ആണ്. കേരള സംസ്ഥാനത്തെ എല്ലാ നിലയിലും ദ്രോഹിക്കുന്ന കേന്ദ്ര നടപടി ഇവിടെയും തുടരുന്നു എന്നുള്ളതാണ്. കുടിവെള്ള പ്രശ്നത്തിൽ പോലും അത് കേന്ദ്ര നയം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ പൈപ്പ് ലൈൻ മാറിയിടുന്നതിനായി നാഷണൽ ഹൈവേയോട് ഇതിനകം തന്നെ അനുമതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോഡ് മുറിച്ച് അവിടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഹൈവേ അതോറിറ്റിയുടെ സാങ്ഷൻ നാളിതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിലെ പ്രധാനപ്പെട്ട കുടിവെള്ള പ്രതിസന്ധിക്ക് കാരണമായി മാറിയിട്ടുള്ളത്. ഇപ്പോൾ നാം ഇവിടെ നിൽക്കുന്ന ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് പോകുന്ന താഴെ വെട്ടിപ്പുറം ജംഗ്ഷനിലേക്ക് എത്തുന്ന 4 റോഡുകൾ കൂടുന്ന റിംഗ് റോഡിൻ്റെ മധ്യഭാഗത്ത് ആണ് ഈ അനുമതി നൽകേണ്ടത്. ആ അനുമതി നാളിതുവരെയായിട്ടും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭാഗം എവിടെയാണോ ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടത് ആ ഭാഗം നാഷണൽ ഹൈവേക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ള ഭാഗമാണ്. അവരുടെ അനുമതിയാണ് ലഭ്യമാകേണ്ടത്. കോൺഗ്രസ് രാവിലെ ഒരു രാഷ്ട്രീയ നാടകം തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നാടകമാണ്. പത്തനംതിട്ട നഗരത്തിൽ നാളിതുവരെ ഉണ്ടാകാത്തത്ര നിലയിലേക്കുള്ള കുടിവെള്ള പദ്ധതികൾ, ചെറുകിട കുടിവെള്ള പദ്ധതിയും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയും എല്ലാം നടപ്പിലാക്കുന്ന ഒരു നഗരസഭയാണ് പത്തനംതിട്ട നഗരസഭ. അമൃത കുടിവെള്ള പദ്ധതിയിലൂടെ 24 മണിക്കൂറും എല്ലാ ദിവസവും കുടിവെള്ളം ലഭ്യമാകുന്നതിനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അതിൻ്റെ പ്ലാന്റിൻ്റെ നിർമ്മാണം ഇതിനകം തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വസ്തുതകൾ ഇതാണ് എന്നറിയേ നിരവധിയായിട്ടുള്ള 8 ചെറുകിട കുടിവെള്ള പദ്ധതിയാണ് ഈ 4 വർഷക്കാലത്തിനിടയിൽ പത്തനംതിട്ട നഗരസഭ കൗൺസിൽ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ഒരു നാടകം നടത്തി ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അറിയാമെന്നിരിക്കെ കുടങ്ങളുമായി സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി ഇവിടെ പ്രതിസന്ധി ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. UDF കൗൺസിൽ അംഗങ്ങളും LDF കൗൺസിൽ അംഗങ്ങളും രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി യഥാർത്ഥ മേഖലയിൽ എവിടെയാണോ പ്രശ്നമുള്ളത് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള യോജിച്ച സമരമാണ് നടത്താൻ നഗരസഭാ കൗൺസിൽ ആലോചിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, തിരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുക. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും എല്ലാം ചെയ്യുന്ന അതേ നയമാണ് ഇവിടെയും കോൺഗ്രസ് നടപ്പിലാക്കിയത്. അല്ലെങ്കിൽ BJP ജയിക്കുന്നത് ആഘോഷിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഡൽഹി തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടു. അങ്ങനെ BJPയുടെ നയങ്ങളെ എതിർക്കാനുള്ള ശേഷിയില്ലാതെ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സാങ്ഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി യോജിച്ച സമരം നടത്താതെ കേന്ദ്ര സർക്കാരിനും BJPക്കും അനുകൂലമായ നിലപാടുകളെടുത്ത് ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ UDFൻ്റെ കൗൺസിൽ അംഗങ്ങൾ ഇന്ന് ഈ നാടകം നടത്തിയിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത്. ഇവിടെ ഏതാണ്ട് 4000-4500 ആളുകളെ ഇത് ബാധിക്കുകയാണ്. 4-5 വാർഡിലെ ജനങ്ങളുടെ കുടിവെള്ളത്തെയാണ് ഇത് ബാധിക്കുന്നത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അതിന് അനുമതി നൽകുന്നതിന് പകരം സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണ്. ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ പോലും ബന്ധപ്പെട്ട അധികാരികൾ പങ്കെടുത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ കർശനമായിട്ടുള്ള നിലപാട് സർക്കാരും ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ പൈസ അടയ്ക്കേണ്ടതില്ലാത്ത ഒരു വിഷയത്തിൽ നഗരസഭ പണം അടയ്ക്കുന്നതിന് പോലും സന്നദ്ധമാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്താണ് ഇവിടെ പ്രശ്നം? ഒരു ദേശീയ പാതയാകട്ടെ ഏത് പാതയാകട്ടെ അത് ഒന്ന് പൊട്ടിച്ച് അവിടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് അതേ നിലവാരത്തിൽ തന്നെ റീസ്റ്റോർ ചെയ്യുന്നതിനുള്ള പണവും കെട്ടിവെക്കാം എന്ന് അറിയിച്ചു കഴിഞ്ഞാലും സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കാൻ വേണ്ടി നടത്തുന്ന ഈ നീക്കം തീർത്തും അപലപനീയമാണ്. അതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ എന്താണ് എന്ന് കാണാതെ അവിടെ രാഷ്ട്രീയം കളിക്കുന്ന UDFും ഈ നാടിന് അപമാനമാണ് എന്നാണ് പറയാനുള്ളത്. പത്തനംതിട്ട നഗരസഭയിൽ 4000-ലധികം ആളുകൾക്കാണ് കുടിവെള്ളം ലഭിക്കാത്തത്. വിഷയത്തിൽ UDF രാഷ്ട്രീയം മറന്നുകൊണ്ട് ചെയർമാനൊപ്പം നിന്നുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കാണുവാനാണ് ശ്രമിക്കേണ്ടത്. ക്യാമറമാൻ അഖിലേഷ് കുടമണ്ടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.